ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഫസ്റ്റ് ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നീറ്റ് ക്യാൻസലായ സ്ഥിതിക്ക് ഒന്നുകൂടെ പഠിച്ചു തുടങ്ങണം കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ നീറ്റ് എഴുതുന്ന കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിട്ടുള്ള ബയോളജി എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ അർച്ചന മിസ്സിൻ്റെ ഒരു അടിപൊളി ക്ലാസ് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ലിവിങ് വേൾഡാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ +1 ചാപ്റ്ററാണ് ലിവിങ് വേൾഡ് എന്ന് പറയുന്നത്. അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്തിട്ട്, കാരണം നമുക്ക് ഓൾറെഡി കുറച്ചൊക്കെ അറിയാവുന്ന കാരണം അത് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആണ്. അത് കാരണം നമുക്ക് ബയോളജി ആയതാണ് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആണ്. അത് കാരണം പഠിച്ചോളും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഒരു ബയോളജിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബയോളജി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും എനിക്ക് പഠിക്കാനായിട്ട് കുറച്ചുകൂടെ തോന്നും, കാരണം നമുക്ക് മനസ്സിലാകുമല്ലോ. ഫിസിക്സ് ഒക്കെ ആണെങ്കിലും മനസ്സിലാകുമെങ്കിലും നമുക്കതിനോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കാരണം കുറച്ച് പാടാണ് തലയിലോട്ട് കയറാനായിട്ട്. അതുകൊണ്ട് ബയോളജി ആകുമ്പോഴത്തേനും ബയോളജി അല്ലേ എന്ന് വിചാരിച്ചെങ്കിലും പഠിക്കും കേട്ടോ. അതാണ് ഞാൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ബയോളജിയിലാണ്. അപ്പം അന്നത്തെ ദിവസം ഞാൻ ഫിസിക്സിൻ്റെ ഒരു യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററോടെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ബയോളജിയുടെ ഈ ഒരു ചാപ്റ്ററോടെയാണ് ഞാൻ ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നത്. പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് കണ്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ നീറ്റൊക്കെ ക്യാൻസലായ സ്ഥിതിക്ക് അപ്പം കുറേ പേര് വിഷമിക്കുന്നുണ്ടായിരിക്കും അല്ലേ, കുറേ പേർക്ക് അത് ഭാഗ്യമായിരിക്കും. അപ്പോൾ എനിക്കതൊരു ഭാഗ്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നൂഡിൽസൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് തുണിയൊക്കെ വിരിക്കാനിട്ടുണ്ടായിരുന്നു. നമ്മുടെ വാഷിംഗ് മെഷീനിൽ നേരെ എടുത്ത് നമ്മൾ ബക്കറ്റ് തട്ടുന്നു, പിന്നെ നമ്മൾ പോയി ടെറസിൽ കൊണ്ട് വിരിക്കാനോട് ചെയ്യാം. അപ്പം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള പരിപാടിയൊന്നും അല്ല ഈ ഒരു തുണി കൊണ്ട് വിരിക്കാന്ന് പറഞ്ഞത്. കാരണം എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. നമ്മൾ വീടൊക്കെ പണിതപ്പം സ്റ്റെപ്പ് വേണം, സ്റ്റെയർ കേസ് വേണം എന്നൊക്കെ ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, വാശി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും സ്റ്റെയർ കേസ് വേണം, എന്തായാലും പണിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ സ്റ്റെയർ കേസൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് ദൈവം ഇതൊക്കെ ഇനി വലിഞ്ഞ് കയറിയായിട്ട് മണ്ടേ കൊണ്ട് ഇടണ്ടേന്ന് ഓർക്കുമ്പോൾ ഒരു ഭയങ്കര വിഷമം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് അങ്ങനെ എന്തിട്ട് പറഞ്ഞാന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കുളി അങ്ങോട്ട് പാസ്സാക്കാനായിട്ട് എണ്ണയൊക്കെ തേച്ച് ഷാമ്പൂ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് അത് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട്, അത് ഞാൻ ഒരു വ്ളോഗ് കണ്ട് ഇൻസ്പയർ ആയത് കേട്ടോ. അതൊരു വീക്ക്ലി വൺസ് ഒരു ഡീപ്പ് ബാത്ത്, അതായത് നമ്മൾ സ്കിൻ കെയർ, ഫേസ് കെയർ, പെഡിക്യൂർ, മാനിക്യൂർ ഇതൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഡീപ്പ് ബാത്ത് സാറ്റർഡേ അല്ലെങ്കിൽ നമുക്ക് ഒരു വീക്ക്ലി വൺസ്. അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 2ാമത്തെ ആഴ്ചയിലാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പം ഇതൊരു പാക്കാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു പാക്കാണ് കേട്ടോ. ഇത് നമ്മൾ കടലമാവ്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കോഫി പൗഡർ, പിന്നെ തൈരോടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് എന്നിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മൾ വാഷ് ചെയ്ത് കളയും. ഇത് തന്നെ നമുക്ക് നമ്മുടെ കയ്യിലും ദേഹത്തൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് നമ്മൾ പെഡിക്യൂർ ചെയ്യാനായിട്ടാണെങ്കിൽ നമ്മളൊരു ബക്കറ്റിലേക്ക് നമ്മൾ ഇളം ചൂടുവെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ഒഴിക്കുക, അല്ലെങ്കിൽ നാരങ്ങയാണെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നാരങ്ങ ഇല്ലാതാണ് ഞാൻ ഉപ്പിട്ടു, പിന്നെ ഷാമ്പു കൂടി ഇടുക. അപ്പം ഒരു കേക്ക് കഴിച്ച് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.